ഹായ് കൂട്ടുകാരെ, പുട്ടുപാക്കിൻ്റെ അടുത്ത പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത ബദാം പുട്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇന്നത്തെ വീഡിയോയിൽ ബാക്കിയുള്ള 3 തരം പുട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത്. എല്ലാ പുട്ടുകളും ഒരുപോലെയാണ് തയ്യാറാക്കുന്നത്, എങ്കിലും എടുക്കുന്ന ഇൻഗ്രീഡിയൻസും വേവിക്കുന്ന സമയവും വ്യത്യാസമുണ്ട്. അതൊക്കെ ഞാൻ അതാത് പുട്ടിൻ്റെ സമയത്ത് വിശദമായിട്ട് പറയാം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്തത് നമുക്ക് ഫ്ലാക്സ് സീഡ് ഇറച്ചിപ്പുട്ട് തയ്യാറാക്കിയാലോ. ഞാനിവിടെ കോളിഫ്ലവർ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പുട്ട് കഷ്ണത്തിലേക്ക് 1 സ്പൂൺ ഫ്ലാക്സ് സീഡ് പൊടിയും വേണം. ആദ്യം പുട്ടുപൊടി തയ്യാറാക്കാം. ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് കോളിഫ്ലവർ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. 1.5 കയ്യിലത്തേത് ഇട്ടിട്ടുണ്ട്. ഇനി 1 സ്പൂൺ ഫ്ലാക്സ് സീഡ് പൊടിയും അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവർ റൈസിലുള്ള ചെറിയ നനവിൽ തന്നെ ഫ്ലാക്സ് സീഡ് പൊടിയും നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. പുട്ട് റൈസ് ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഇതിന് മുകളിൽ ഞാൻ ഇറച്ചി മസാലയാണ് വിതറിക്കൊടുക്കുന്നത്. ഇവിടെ ഞാൻ തേങ്ങ എടുത്തിട്ടില്ല. മുകളിലോ താഴെയോ നടുക്കോ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇറച്ചി മസാല വെച്ച് കൊടുക്കാം. ഫ്ലാക്സ് സീഡ് ചേർത്ത കോളിഫ്ലവർ പുട്ട് 7 മിനിറ്റെങ്കിലും ആവി കയറ്റിയെടുക്കണം. ഫ്ലാക്സ് സീഡിന് കുറച്ചധികം വേവുണ്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. വിസിൽ ഊരിയതാണ്. ഇപ്പം ആവി വരുന്നുണ്ട്. ഞാൻ പുട്ട് അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി പുട്ടിന് മുകളിലേക്ക് ആവി വന്നു കഴിഞ്ഞാൽ അടച്ചു വെക്കാം. പിന്നീട് 6 മുതൽ 7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പുട്ട് എടുത്താൽ മതി. നാട്ടിൽ കുറച്ചുകൂടി കിട്ടാൻ എളുപ്പമായിട്ടുള്ളത് ഫ്ലാക്സ് സീഡാണ്. ഇപ്പോൾ 7 മിനിറ്റ് വേവായി കഴിഞ്ഞു. ഇനി ഇതെടുക്കാം. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റ് ഇതിന് മുകളിലേക്ക് കമിഴ്ത്തിയ ശേഷം ഫ്ലിപ്പ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഫ്ലാക്സ് സീഡ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറിയ ശേഷം കഴിച്ചാൽ മതി. ഫ്ലാക്സ് സീഡ് 25 ഗ്രാം വരെ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ഫ്ലാക്സ് സീഡ് പുട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഇറച്ചി മസാലയുടെ കൂടെ കഴിക്കുമ്പോൾ കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. ചെറുതായിട്ട് തണ്ടൊന്നും പെട്ടാൽ പ്രശ്നമില്ല. ഇനി അടുത്ത പുട്ടിലേക്ക് പോകാം. കോളിഫ്ലവർ റൈസും തേങ്ങയും മാത്രം ഉപയോഗിച്ചൊരു പുട്ടാണിത്. ഇതിലേക്ക് ഞാൻ പച്ചത്തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. റൈസിലേക്ക് ഞാനൊരു 4 സ്പൂൺ വരെ തേങ്ങ ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. പാകത്തിന് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഡെസിഗ്രേറ്റഡ് കോക്കനട്ട് ഇതിലേക്ക് ഉപയോഗിക്കരുത്. പുട്ട് ആകെ ഡ്രൈ ആയി പോകും. നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് ലാസ്റ്റ് എടുക്കുന്ന സമയത്ത് ആകെ പൊടിഞ്ഞു പോകും. ഞാനിതൊന്ന് പിഴിഞ്ഞ് നോക്കുന്നുണ്ട്. ഒന്ന് സാദാ പുട്ട് പോലെ തന്നെ ഒന്ന് യോജിച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാം. താഴെ അല്പം പച്ചത്തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കോക്കനട്ട് പുട്ട് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു യോജിപ്പിന് വേണ്ടി നല്ലൊരു ഷേപ്പിലുള്ള പുട്ട് കഷ്ണമായി കിട്ടാൻ ഈ പുട്ട് തയ്യാറാക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. മുകളിൽ 1 സ്പൂൺ കൂടി തേങ്ങ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാം. ഈ പുട്ടിന് അധിക സമയം വേവൊന്നുമില്ല. ജസ്റ്റ് 1 മിനിറ്റോ 1.5 മിനിറ്റോ ഒന്ന് ആവി വന്നാൽ മതി. ആവി വന്നു കഴിഞ്ഞാൽ ഒന്ന് മൂടിക്കൊടുക്കാം. ഒരു 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ പുട്ടിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു 1/2 മുതൽ 1 മിനിറ്റ് വരെ ഇങ്ങനെ വേവിച്ചിട്ടുണ്ട്. കോളിഫ്ലവർ ആദ്യം വേവിച്ചെടുത്തത് കൊണ്ട് ഇനി വേവാനൊന്നുമില്ല. പിന്നെ നമ്മൾ ചേർത്തത് തേങ്ങയല്ലേ. ഞാനൊരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യത്തെ സമയം ഞാനിങ്ങനെ തയ്യാറാക്കിയപ്പോൾ പുട്ട് പൊടിഞ്ഞു പോയി. അതിനുശേഷമാണ് ഞാൻ ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ തുടങ്ങിയത്.
പിന്നീട് ഞാൻ തയ്യാറാക്കിയ എല്ലാ പുട്ടും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തെടുക്കുകയാണ് ഉണ്ടായത്. പുട്ടൊന്ന് ഉറച്ചു വന്നിട്ടൊക്കെയുണ്ട്. നമ്മുടെ കോളിഫ്ലവർ തേങ്ങാപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തനിച്ച് കഴിക്കാം, അല്ലെങ്കിൽ മീൻ കറിയോ ഇറച്ചിക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കാം. തനിച്ച് കഴിക്കാനാണെങ്കിൽ കോളിഫ്ലവറിൻ്റെ തണ്ട് പെടാതെ വേണം റൈസ് തയ്യാറാക്കാൻ. കൂടെ മീനോ ഇറച്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ തണ്ട് പെട്ടാലും വലിയ കുഴപ്പമില്ല. കോക്കനട്ട് പുട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത പുട്ടിലേക്ക് പോകാം. ഒരു സ്പൂൺ ചിക്ക് പീ ഫ്ലോർ കൂടി ഉപയോഗിച്ചുകൊണ്ടൊരു ചിക്ക് പീ പുട്ടാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഞാനിവിടെ കോളിഫ്ലവർ റൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്പൂൺ ചിക്ക് പീ ഫ്ലോർ എടുത്തിട്ടുണ്ട്. LCHFൽ പ്രോത്സാഹിപ്പിക്കപ്പെടാത്തതാണ് ലെഗ്യൂംസ്. അതിൽ വല്ലപ്പോഴുമൊക്കെ ഒരു 30 ഗ്രാം കഴിക്കാവുന്നതാണ് കാബൂളിക്കടല. സ്ഥിരമായിട്ട് ഉപയോഗിക്കരുത്. ഒരു കഷ്ണം പുട്ടിലേക്ക് ഒരു സ്പൂൺ മതി. ചിക്ക് പീ ഫ്ലോറും ഉപ്പും ചേർത്ത് ഞാൻ ഈ പുട്ടുപൊടി തയ്യാറാക്കുകയാണ്. നേരത്തെയുള്ള ഉപ്പെല്ലാം വെള്ളത്തിൽ പോയിട്ടുണ്ടാകും. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേറെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ കോളിഫ്ലവർ റൈസിലുള്ള ചെറിയ നനവ് തന്നെ മതി ഈ പൊടിയും നനവായി കിട്ടാൻ. ഇപ്പം നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല. ഈ പുട്ടിലേക്കായിട്ട് ഞാൻ ആദ്യം തേങ്ങ ഇടുകയാണ്. തേങ്ങ താഴെയും മുകളിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കോളിഫ്ലവർ പുട്ട് റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. നനവെല്ലാം നല്ല പാകമായിട്ടുണ്ട്. നമ്മൾ പുട്ടുപൊടി കുതിർത്ത പോലെ തന്നെ ഉണ്ട്. പുട്ടിനുള്ള പൊടി തയ്യാറാക്കിയതിന് ശേഷം കുറച്ച് സമയം വെച്ചിട്ട് പിന്നെ എടുത്ത് ചുടുകയാണ് നല്ലത്. ഇനി ചെറിയുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ തേങ്ങയുടെ കൂടെയോ അല്ലെങ്കിൽ പൊടിയുടെ കൂടെ 2-3 ചെറിയുള്ളി മുറിച്ച് ചേർത്ത് കൊടുക്കും. ചില ആളുകൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടെ ഇഷ്ടമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ജീരകവും അല്പം ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ മുകളിൽ തേങ്ങ അല്പം കൂടി ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ പുട്ട് തയ്യാറാക്കുമ്പോഴും ചെറിയുള്ളിയും ജീരകവും എല്ലാം ചേർക്കാം. അതൊക്കെ അവരവരുടെ ടേസ്റ്റിൻ്റെ ഇഷ്ടമാണ്. ഇനി ഞാനിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുക്കറിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് വിസിലൂരിയതിന് ശേഷമാണ് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. ഒരാൾക്ക് കഴിക്കാൻ ഇതുപോലെ ഒരു കഷ്ണം പുട്ട് മതിയാകും. ചിക്ക് പീ പൊടിക്ക് അധികം വേവൊന്നുമില്ല. ബദാം പൊടി പോലെ തന്നെ 2-3 മിനിറ്റ് വേവായാൽ മതി. ഇവിടെ ആവി വരുന്നുണ്ട്. ഞാൻ അടച്ചു വെച്ച് കൊടുക്കുകയാണ്. നാട്ടിലുള്ളവർക്കും കിട്ടാൻ ചിക്ക് പീ ഫ്ലോർ കുറച്ചുകൂടി എളുപ്പമാണ്. ഞാൻ 3 മിനിറ്റ് കഴിഞ്ഞു. ഇത് ഞാൻ എടുത്ത് നോക്കുന്നുണ്ട്. വലിയ ആവിയെല്ലാം ഒന്ന് പോയതിന് ശേഷം കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് തൊട്ട് നോക്കാം. ഇപ്പം നമ്മുടെ സാദാ പുട്ട് പോലെ തന്നെ ഉറച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ചിക്ക് പീ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മറ്റുള്ള കറികളൊന്നും കൂട്ടാതെ കട്ടൻ ചായയുടെ കൂടെ ഇങ്ങനെ തന്നെ കഴിക്കുകയാണ് ടേസ്റ്റ്. ചിക്ക് പീ, അതായത് കാബൂളി കടല അല്ലെങ്കിൽ വെളുത്ത വലിയ കടല എന്നറിയപ്പെടുന്നത്, ചില ആളുകൾക്ക് ഉപയോഗിച്ച ശേഷം ഷുഗർ കൂടുന്നതായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഷുഗർ ഉള്ളവർ ശ്രദ്ധിക്കുക. പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും ചിലവ് ചുരുങ്ങിയതുമായിട്ടുള്ളൊരു പുട്ടാണിത്. എല്ലാ ദിവസവും രാവിലെ കോഴിമുട്ട കഴിച്ചു മടുത്തു എന്ന് പറയുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കോളിഫ്ലവർ പുട്ട്. അതുപോലെ തന്നെ ദോശ റെസിപ്പികൾ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നവരിൽ അമ്മമാരോ പാലൂട്ടുന്ന അമ്മമാരോ ഗർഭിണികളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തേങ്ങയും തേങ്ങാപ്പാലും ഒക്കെ ഉപയോഗിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് കൂടുതൽ തേങ്ങയും ഉപയോഗിക്കാം. അതുപോലെ നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ട് പുട്ടിൽ മിക്സ് ചെയ്ത് കഴിക്കുകയും ചെയ്യാം. ഇതുപോലെ ഓരോ റെസിപ്പിയിൽ തന്നെ തേങ്ങയും തേങ്ങാപ്പാലും കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിക്കാം. കൂടുതൽ രുചിയും കൂടും, നിങ്ങളുടെ ആരോഗ്യത്തിന് കൂടുതൽ ഗുണങ്ങളും കിട്ടും. ഇനി രാവിലെ തന്നെ തിരക്കാണ്, കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ല എന്നുള്ളവർക്ക് ഒരു സ്പൂൺ നെയ്യ് കൂട്ടിക്കുഴച്ച് കഴിക്കുകയും ചെയ്യാം. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ 4 പുട്ടും റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇതെല്ലാം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. 3 പുട്ട് റെഡിയാക്കി വന്നപ്പോഴേക്കും സമയം കൂടുതലായി. അതുകൊണ്ടാണ് റിവ്യൂ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത്.
പുട്ട് റിവ്യൂവുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും 1000 നന്ദി. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കമൻറ്റുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും പറയണം.